ടാറ്റ എടുത്താ മമ്മിക്ക് ഒരു ഉമ്മ എടുത്തേ. ആ സന്തോഷം. ഇനി ഉമ്മ കൊടുക്കണോന്ന്. ഇനി ഉമ്മ. അമ്മയെ പോകട്ടെ അവിടെ അവിടെ ഇരുന്ന് വണ്ടി പോട്ടെ പോരാൻ പറ. അത് കൊടുക്കുകയല്ല. ടാറ്റ ടാറ്റ. ഓ ടാറ്റ. പപ്പായോട് പപ്പം ദേ. പപ്പാട് പറയാവേ. പപ്പാട് പറയാൻ കേട്ടോ. അയ്യോ അയ്യോ. ശരിയാണേ. ടാറ്റ 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 ടാറ്റ. കൊടുത്തോ. കൊച്ചു പോകുന്നുണ്ടോ? പോന്നില്ലല്ലോ. കൊച്ചു ഇവിടുന്ന് പോകുന്നില്ലല്ലോ. അച്ഛേ കണ്ണാടി. അതൊന്നും വേണ്ട, ഇഷ്ടംപോലെ ബോളുണ്ട് വീട്ടില്. എന്നിട്ട് ഞങ്ങള് പാഞ്ചാലി മേടൊക്കെ കണ്ട് കേറിയൊന്നുമില്ല കേട്ടോ മേളില്. ഞങ്ങൾ ജസ്റ്റ് അതിൽ പോയി ഇതിൽ വന്നല്ലേ. കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ചേച്ചി ഓടി വന്നിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. അതൊന്ന് ചമ്മി അങ്ങനെ കേട്ടപ്പോ. അല്ല അത് കളിയാക്കിയല്ല. ചേച്ചി എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ചേച്ചി ചേച്ചിയല്ല അമ്മയാട്ടോ. അപ്പം കണ്ടിട്ടുണ്ട്. അയ്യേ ഇതന്നെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അച്ഛയുടെ പരിചയക്കാരെ കണ്ട് അങ്ങോട്ട് പോയി. ഇവിടെ മുഴുവൻ പരിചയക്കാരാണല്ലോ, കാരണം അച്ഛൻ ജനിച്ച് വളർന്ന സ്ഥലമായതുകൊണ്ട് മൊത്തം പരിചയക്കാരാണ്. അപ്പോൾ ആ ചേച്ചിയിലെ അമ്മയുടെ കാര്യം പറയുമ്പം ഇതെന്താണ് ലൈറ്റ് പോണത്. അപ്പം എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പെട്ടെന്ന് സിനിമയിലൊക്കെ അഭിനയിക്കണമല്ലേ എന്ന് വെച്ചാൽ അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ഇരുന്ന് നമ്മുടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വേറെ കുറച്ച് ചേച്ചിമാർ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് വിചാരിച്ചു ഇവരേതോ സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു എന്ന് ചേച്ചി ചിന്തിച്ചു. പക്ഷെ നമ്മളിതൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പം ഞങ്ങൾ പാഞ്ചാലിമേടിൽ കുറച്ച് നിന്നപ്പോൾ അച്ഛ അവിടെ ഒരു കടയിൽ കയറി കേട്ടോ. അച്ഛയ്ക്ക് അറിയാവുന്ന ആൾക്കാരുടെ കടയിൽ കയറി. അപ്പം ഞാനിങ്ങ് പോന്നു. എനിക്ക് ആരെയും അത്ര പരിചയം പോരാ, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ കട്ടപ്പനയ്ക്ക് പോവാണ്. നിൽക്കാം. ഇവിടെ ഇങ്ങോട്ട് വെട്ടമില്ല. തിരിച്ച് കട്ടപ്പനയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചുമ്മാ അവളെയും കൊണ്ടൊന്ന് കയറി തന്നെ 2-3 ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും അവർക്ക് ഡൗട്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തോ, സെറ്റാണ്. സന്തോഷം. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അച്ഛൻ ആവക്കുട്ടിയും വരുന്നുണ്ട്. ആവക്കുട്ടി എന്തോ വാങ്ങിച്ചല്ലോ, പഴംപൊരിയോ നോക്കാം. അവരുടെ അതിനെന്താ വാങ്ങിച്ചേ? എണ്ണയാടി കുഞ്ഞില്ലേ. നമ്മുടെ വണ്ടി എന്തി എന്നിട്ട് ഇങ്ങനെ വണ്ടിയിട്ടെ എന്തി ഇതാ. ഓക്കെ, ചുമ്മാ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല. ഹലോ, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കണങ്കളിലൊക്കെ പോയി ഹാപ്പിയായി. ആ വീട്ടിലാണെങ്കിലും പോയില്ലേ. അച്ചാച്ചൻ എന്തി. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങളായാലും ഒരുപാട് പേര് അവിടെ പോകുന്ന വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദ്യ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. നമുക്കും അവിടെ പോയതിലും നിൽക്കാൻ പറ്റിയതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷം. പിന്നെ അച്ഛയുടെ കാര്യം പറയണ്ടല്ലോ, ജനിച്ച് വളർന്ന വീട്, നാട്, സ്ഥലം. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പള്ളിപ്പെരുന്നാളാണ് നമ്മൾ പോകണമെന്ന് ഉദ്ദേശിച്ചത്, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടെ നമ്മൾ വേണ്ടെന്ന് വെച്ചു.
ഇപ്പോൾ തന്നെ ഇവൾക്ക് നല്ല ജലദോഷമാണ്. അപ്പം നമ്മൾ ഇന്നലെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ജലദോഷം മാത്രമല്ല, സമ്മതിക്കുന്നുമില്ലല്ലോ, നല്ല കഫക്കെട്ടും ഉണ്ട്. അപ്പം ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി നമ്മൾ, പക്ഷേ കുറയുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി യാത്രയൊക്കെ ചെയ്തപ്പോഴത്തേനും ഒന്നും കൂടി ഇതായി കേട്ടോ. അപ്പോൾ എന്തായാലും മരുന്നിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഫുഡൊന്നും വലിയ കാര്യമായിട്ട് വേണ്ട അല്ലേ? ഗു അപ്പം ഫുഡൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് കുടിക്കുന്നൊന്നും ഇല്ല. വെള്ളം മാത്രമേ ചിരിച്ചേക്കേ ഉള്ളൂ. എന്തായാലും മരുന്നിൻ്റെ ഒരു ക്ഷീണമുണ്ട് അവൾക്ക്. പിന്നെ അച്ഛൻ കൂടെ പോയപ്പോഴത്തേക്കും ഉണ്ടായി. പിന്നെ എന്താ പറയുക, കുറേ കമൻറ്റുകളൊക്കെ വന്നു നമുക്ക്, നല്ലതായിട്ടും മോശമായിട്ടും ഒക്കെയുള്ള കമൻറ്റുകൾ നമ്മൾ എപ്പോൾ പോയാലും നമുക്ക് വരാറുണ്ട്. നോ പ്രോബ്ലം, ഹൂ കേസ്. തല ഒഴിക്കാതെ നല്ല വെള്ളമല്ലേ കൊച്ചു കുടിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അതെന്തായാലും നമ്മൾ ഒരുപാട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചോളാം. ഒരുപാട് നല്ലതും പല പല ഓർമ്മകളും എന്നാ പണിയാണ് കാണിക്കുന്നതാവും. വെള്ളം വേണ്ട, കുടിക്കണ്ട, കളയണ്ട. അപ്പം ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ്. അപ്പോൾ പോയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റോറേജ് തീർന്നു പോയി. അപ്പോൾ അങ്ങനെ ഇത് കട്ട് ചെയ്ത് കുറേ സംഭവമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പ്രത്യേകിച്ച് വീട് എന്താറാകുമ്പോഴൊക്കെ എനിക്ക് ടെൻഷനാണ്. പക്ഷെ തിരിച്ച് പോരുമ്പം അച്ഛൻ എപ്പോഴും പറയും പോരുമ്പോൾ ഭയങ്കര സങ്കടം. അതിപ്പോൾ തോപ്രാങ്കുടി പോയാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ് കേട്ടോ. അയ്യോ പോരാറായല്ലോ, പോവുകയാണല്ലോ എന്നോർത്തിട്ട് നമ്മുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര സന്തോഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല സന്തോഷമുണ്ട്. പോയിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പം സ്ഥിരമായിട്ട് നിൽക്കാൻ പോയതാണോ എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് നിൽക്കാൻ പോയതൊന്നുമല്ല, നമ്മൾ ചുമ്മാ വെറുതെ പോയി, എന്താ പറയുക, സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഈസ്റ്ററിനോ ഓശാനയ്ക്ക് പോകണമെന്ന് അച്ഛയ്ക്ക് ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പം ഓഫ് കോഴ്സ് ഞാൻ അതിന് ഫുൾ സപ്പോർട്ടാണ്. എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. എനിക്ക് അതൊരു പ്രശ്നമില്ല. അപ്പം ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പള്ളിപ്പെരുന്നാളിന് പോകാമെന്ന് ഞാനായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടോ. പക്ഷെ പള്ളിപ്പെരുന്നാളിന് പോക്ക് നടന്നില്ല. അത് പിന്നെ നമ്മൾ ഫൈനലി വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെയാണ് ഈ ഈസ്റ്ററിനോ ഓശാനയ്ക്കോ എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ട്രാവലിങ്, ഈ ക്ലൈമറ്റും എല്ലാം കൂടെ അവൾക്കൊട്ടും സെറ്റാകുന്നില്ല, അതാണ് പ്രശ്നം കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് കൂടുതലൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. ഇതിനിടയിൽ നമ്മൾ പാഞ്ചാലി വീഡിയോ കയറി ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സാണ്, പക്ഷെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എന്നല്ലേ നമ്മൾ പറയും. നമ്മുടെ അച്ചായൻ ആർമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫാമിലിയാണല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ഫ്രണ്ട്സ്, അപ്പോൾ അവരെ നമ്മൾ കണ്ടു. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അവർ അവിടുന്ന് പോകുന്നതിന് ഉടനെ അല്ല നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരവർക്ക് കാണുമെന്ന് എനിക്കറിയില്ല. കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റാ, ബൈ. ടാറ്റാ പറ, ടാറ്റാ. ഒരു ഉമ്മയോട്ട് കൊടുക്കാവോ? ഉമ്മ കൊടുക്കാവോ? കൊടുക്ക്.